ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ലേ, ഇനി ഞാനൊരു ഓണം ഇവൻറ്റുമായിട്ടാണ് വരുന്നതെന്ന്. ഇത് നമ്മൾ CS-ൻ്റെ അണ്ടറിൽ, എന്ന് വെച്ചാൽ കൗച്ച് സർഫിങ്ങിൻ്റെ അണ്ടറിൽ നടത്തുന്ന ഒരു ഓണം ഇവൻ്റ് ആയിരുന്നു കേട്ടോ. ഇതിൻ്റെ ലൊക്കേഷൻ വന്നിട്ട് ബേപ്പൂരുള്ള നമ്മുടെ ഗോദീശ്വരം ബീച്ച് ഗാർഡൻസ് റിസോർട്ടായിരുന്നേ. പറയാണ്ടിരിക്കാൻ വയ്യ, നല്ല അടിപൊളി ലൊക്കേഷൻ ആയിരുന്നു കേട്ടോ. ഭയങ്കര ഓണം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒരു നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഫീലല്ലേ വരുന്നത്. അതിന് പറ്റിയിട്ടുള്ള ഒരു ലൊക്കേഷനായിട്ടാണ് എനിക്ക് തോന്നിയത്. വന്നപ്പോൾ തന്നെ ഞാൻ എൻ്റെ കാര്യപരിപാടിയായിട്ടുള്ള ഫോട്ടോ എടുക്കൽ സെക്ഷനിലേക്ക് അങ്ങോട്ട് കടന്നു. അതാണിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ CS എന്താണെന്നും അതിലവരെന്തൊക്കെയാണ് നടത്തുന്നതെന്നൊക്കെ ഞാൻ വഴിയെ പറയാം കേട്ടോ. ഇതായിരുന്നു നമ്മുടെ മെയിനായിട്ടുള്ള താമസിക്കാനുണ്ടായിരുന്ന സ്ഥലം. താമസിക്കാൻ മാത്രമല്ല, നമ്മൾ ഇവിടെ തന്നെയായിരുന്നു പ്രോഗ്രാം സെറ്റ് ചെയ്തിട്ടും ഉണ്ടായിരുന്നത്. ഇതാണ് അതിൻ്റെ അകംവശം. ഇത് നിങ്ങൾക്ക് മുന്നേ കണ്ടിട്ടൊരു പരിചയം ഉണ്ടായിരിക്കും. നിങ്ങൾ സൂഫിയും സുജാതയും സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ സുജാതയുടെ വീടായിട്ടുണ്ടായിരുന്ന ആ ഷൂട്ടിംഗ് ലൊക്കേഷൻ ആയിരുന്നു കേട്ടോ. ഇത് നല്ല അടിപൊളി ലൊക്കേഷൻ തന്നെയായിരുന്നു. ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് 100 നാവ് വരും. കാരണം ഞാൻ വേറെയും ക്യാമ്പുകളിലും വേറെ ഇവൻറ്റിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു സ്ഥലത്ത് ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. ഒരു പഴമ തോന്നിക്കുന്ന ഒരു സ്ഥലത്ത് ആദ്യമായിട്ടാണ് ഞാൻ താമസിച്ചുകൊണ്ട് ഒരു ഇവൻറ്റിന് പങ്കെടുക്കുന്നത്. ഇത് ശരിക്കും 2 ദിവസത്തെ ഇവൻ്റാണ്. നമുക്ക് വേണമെങ്കിൽ പിറ്റേ ദിവസം കാര്യമായിട്ടുള്ള ദിവസം വേണമെങ്കിലും ജോയിൻ ചെയ്യാം, തലേന്നും ജോയിൻ ചെയ്യാം. ഞാൻ തലേന്ന് തന്നെ വന്നതാണ്. കാരണം ഇതൊന്ന് എക്സ്പ്ലോർ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പിന്നെ നമ്മളറിയാത്ത ആളുകളാണ് വരുന്നത്. നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത, ഒട്ടും പരിചയമില്ലാത്ത ആൾക്കാരൊക്കെയാണ് ഇവിടെ വരുന്നതെന്നുള്ള ആ ഒരു ക്യൂരിയോസിറ്റിയും കൂടെ ഉണ്ടായിരുന്നു എനിക്ക്. ഞങ്ങളെല്ലാവരും കൂടെ ഉണ്ട് കേട്ടോ ഇതൊക്കെ അറേഞ്ച് ചെയ്തത്. നമ്മൾ സാധാരണ ഒരു ഇവൻറ്റ് നടത്തുമ്പോൾ ആ ഇവൻറ്റിന് കോർഡിനേറ്റർമാർ ഉറപ്പായിട്ട് ഇതിൻ്റെ പുറകിൽ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. എന്നാലും നമ്മളും കൂടെ ചേർന്നാണ് കേട്ടോ നമ്മൾ ഈ പരിപാടിയൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. കണ്ട എല്ലാവരും ഭയങ്കര എൻജോയ് ചെയ്തിട്ടാണ് വന്നവരൊക്കെ. ഒരുപാട് ദൂരത്തുനിന്ന് വന്നവരുണ്ട്, നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ ഉള്ളവരുണ്ട്. അങ്ങനെ ഒരു 10-30 പേരടങ്ങുന്ന ഒരു ഇവൻ്റാണ് സത്യം പറഞ്ഞാൽ ഇത്. പക്ഷേ തലേ ദിവസം എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നില്ല. പകുതിയൊന്നും പറയാൻ പറ്റില്ല, ഒരു 10-11 ആൾക്കാർ തലേ ദിവസം ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങളൊക്കെയാണ് ആദ്യം എത്തിയത്. എന്നെക്കാൾ മുന്നേ ബാംഗ്ലൂരിൽ നിന്നൊക്കെ എത്തിയിട്ടുള്ള ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടാണ് വന്നത്. അടുത്ത് തന്നെ ഇല്ലെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് ലേറ്റായിട്ട് പോയി. ഒരു ഉച്ചയ്ക്ക് ശേഷമൊക്കെ എത്തിയത് കേട്ടോ. അപ്പോൾ നമ്മളിത് ആ ഡെക്കറേഷന് വേണ്ടിയിട്ടുള്ള പൂവും സാധനങ്ങളൊക്കെ നൂലിൽ കോർത്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ കൂടെ ഞാൻ ഇവിടെ പട്ടിഷോകൾ കാണിക്കുന്നുണ്ട്. നല്ല രസമായിരുന്നു. അതായിരുന്നു നമ്മളെ ഫോട്ടോഗ്രാഫർ ഏട്ടൻ, സാനു എന്നാണ് ഏട്ടൻ്റെ പേര്. അങ്ങനെ ഓരോരുത്തരായിട്ട് ഞാൻ പരിചയപ്പെട്ട് വരുന്നേ ഉള്ളൂ. നമ്മുടെ കൂടെ ഭയങ്കര ആക്റ്റീവായിട്ട് കണ്ട പൂവൊക്കെ കെട്ടുന്നതൊക്കെ ഭുവനേച്ചിയാണ്. ചേച്ചി ബാംഗ്ലൂരിൽ നിന്നാട്ടോ വന്നിട്ടുള്ളത്. ആൾ മലയാളിയല്ല. പിന്നെ ആ പൂക്കളൊക്കെയാണ് ഞാൻ കെട്ടിയിട്ടുള്ള പൂക്കൾ. അതുകൊണ്ടാണ് ഞാനത് സൂം ചെയ്ത് എടുത്തിട്ടുള്ളത്. പിന്നെ ഞാനും കുറേ കെട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തു. നമ്മളടുത്ത് അലൈൻ ശരിയാക്കാനൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാനത് ശരിയാക്കി നേരെ താഴത്തോട്ട് ചാടി. നമ്മൾ നിൽക്കുന്ന റിസോർട്ടിൽ നിന്ന് കുറച്ച് ബാക്കിലൂടെ കുറച്ച് മുന്നോട്ട് പോയ ഒരു 5 മിനിറ്റ് നടന്നാൽ നമുക്ക് അവിടെയാണ് കേട്ടോ ഗോദീശ്വരം ബീച്ച്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഈവനിങ് എന്തായാലും വെറുതെ ഇരിക്കുകയാണല്ലോ, അപ്പം നമുക്ക് ബീച്ചിലൊക്കെ ഒന്ന് പോയിട്ട് വരാം. അപ്പം നമ്മുടെ മുന്നിലിതാ, ഞാൻ ഇയാളല്ല കേട്ടോ പറഞ്ഞത്, നേരത്തെ പോയില്ലേ പട്ടിക്കുട്ടൻ, മൂപ്പര് നമുക്ക് വഴികാട്ടിയായിട്ട് മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഇതിൻ്റെ ബാക്കിൽ ഇങ്ങനെ കുറച്ചൊരു പാർക്ക് പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നു കേട്ടോ, ഊഞ്ഞാലും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അവിടെ കുറച്ച് നേരം റെസ്റ്റ് എടുക്കുകയാണ് എല്ലാവരും. നല്ല രസമാണല്ലോ. അപ്പം ഞങ്ങളിങ്ങനെ കുശലം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഞങ്ങളൊന്ന് തിരിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ആ സത്യം മനസ്സിലാക്കിയത്. പട്ടിക്കുട്ടൻ നമ്മളെ യഥാർത്ഥ സ്ഥലത്ത് തന്നെയാണ് കൊണ്ട് എത്തിച്ചിട്ടുള്ളത്. പക്ഷേ നമ്മൾ ഒരു ഗേറ്റിൻ്റെ മുന്നിലാണ് കേട്ടോ ചെന്ന് പെട്ടത്. എന്നുവെച്ചാൽ ബീച്ചിലേക്ക് അങ്ങോട്ട് കടക്കണമെങ്കിൽ അവിടെ ഒരു ഗേറ്റ് ഉണ്ട്. അപ്പോൾ ആ ഗേറ്റ് ആണെങ്കിൽ പൂട്ടിയിട്ടിട്ടുണ്ട്. അതിൻ്റെ നേരെ മുന്നിൽ കാണുന്നതാണ് ബീച്ച്. ആ ഗേറ്റ് തുറന്നാൽ മുന്നിൽ കാണുന്നതാണ് ബീച്ച്. പക്ഷേ ആ ഗേറ്റ് പൂട്ടിയിട്ടുണ്ട്. ഞങ്ങൾ എന്താ ചെയ്യുമെന്ന് ആലോചിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കുകയാണ്. ഭുവന അതിൻ്റെ ഇടയിൽ കൂടെ ഇതിൽ ചാടിക്കടക്കാൻ പറ്റുമെന്നൊക്കെ നോക്കുന്നുണ്ട്. ഒരു താത്ത പാട്ടൊക്കെ പാടി അങ്ങനെയും പോകുന്നുണ്ട്. പിന്നെ ഒരു കപ്പിളിനെ കണ്ടു. കപ്പിളാണോ അവർ ഫ്രണ്ട്സാണോ ഒന്നും എനിക്കറിഞ്ഞൂടാ. പക്ഷേ ഇതിലൂടെ ഇങ്ങനെ നോക്കുമ്പോൾ കടലും അവരെയും കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ബാക്ക് മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഞാനൊന്ന് ഷൂട്ട് ചെയ്തു. അപ്പോൾ നേരെ ഇപ്പുറത്തൊരു വഴിയും കൂടെ ഉണ്ടായിരുന്നു. ആ വഴി ഞങ്ങൾ പുറത്തേക്ക് വന്നു. അത് നമ്മൾ ബീച്ചിലെത്തിയപ്പോഴേക്കും നല്ല ഈവനിങ് സമയമാണ്. അത്യാവശ്യം ഭയങ്കര തിരക്കൊന്നും നമ്മൾ കാലിക്കറ്റ് ബീച്ച് പോലെ അത്ര തിരക്കൊന്നുമില്ല. എന്നാലും കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും ഈവനിങ് അല്ലേ, ഒരു ചായ കുടിക്കാമെന്ന്. അപ്പോൾ ഇതിൻ്റെ നേരെ മുന്നിലായിട്ട് ഒരു ഗോദീശ്വരം ഒരു ഹോട്ടലും കൂടെ ഉണ്ടായിരുന്നു.
അപ്പോൾ ഞങ്ങൾ ഒരു ചെറിയ ഹോട്ടൽ, വലിയ സെറ്റപ്പ് ആണോയെന്ന് ചോദിച്ചാൽ അതുമല്ല, എന്നാൽ നമുക്ക് ചായയൊക്കെ കുടിക്കാൻ പറ്റിയ ഫുഡും ഉണ്ട് കേട്ടോ. അവിടെ നല്ല ഫുഡൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വന്നു. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത സാധനം കിട്ടാൻ കുറച്ച് ലേറ്റ് ആവുമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ വീണ്ടും തിരിച്ച് ബീച്ചിലേക്ക് തന്നെ വന്നു. എന്നിട്ട് ഇതാ നമ്മുടെ കൂടെ ശരണേച്ചിയുടെ കൂടെയാണ് ഞാൻ ഇവൻറ്റ് വന്നത്. ഈ ഇവൻറ്റിന് ആകെ എനിക്ക് അറിയുന്ന ആൾ ശരണേച്ചി മാത്രമേ ഉള്ളൂ. ചേച്ചിയും ചേച്ചിയുടെ ഒരു ഫ്രണ്ടും കൂടെയാണ് ഈ ഇവൻറ്റ് കണ്ടക്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതാ ചേച്ചി ഭയങ്കര എസ്തറ്റിക് ആയിട്ടുള്ള ഫോട്ടോസൊക്കെ എടുക്കാനുള്ള തിരക്കിലായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഓർഡർ ചെയ്ത സാധനമൊക്കെ റെഡി ആയെന്ന് കേട്ടപ്പോൾ നമ്മൾ വീണ്ടും ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ആ റെസ്റ്റോറൻറ്റിലേക്ക് തിരിച്ചു വന്നു. നമ്മളിതാ കൊത്തു പൊറാട്ടയും കട്ടൻ ചായയും കട്ടൻ കാപ്പിയും അല്ലാണ്ടുള്ള ചായയും ഓംലേറ്റും ഒക്കെ കഴിക്കുന്ന ആൾക്കാരുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ബീച്ചിലേക്ക് തിരിച്ചു വന്നതാ ഇരുട്ടാവുന്നതിന് മുന്നേ നമുക്ക് ഫോട്ടോസ് എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ എന്താ സനുവേട്ടനെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുകയാണ്. തിരിഞ്ഞിരുന്നും മറിഞ്ഞിരുന്നും ചെരിഞ്ഞിരിഞ്ഞ് ഇനി ഇങ്ങനെയൊക്കെയാണ് എടുക്കേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കുറേ ഫോട്ടോസ് ഞാൻ എൻ്റെ ഗാലറി ഇപ്പോൾ ഈ മഞ്ഞ ഡ്രസ്സ് ഇട്ടോടുള്ള ഫോട്ടോ ആയിട്ട് ഫില്ലായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ കൂടെ ഞാൻ ഒറ്റയ്ക്ക് മാത്രമല്ല, ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്നും കപ്പിൾസായിട്ടും സിംഗിൾസായിട്ടും ഗ്രൂപ്പായിട്ടും അങ്ങനെ കുറേ ഫോട്ടോസ് നമ്മൾ എടുത്തു. അത് കഴിഞ്ഞപ്പോൾ ഇതാ ഞാൻ ഇങ്ങനെ പുറത്തോട്ട് നോക്കിയപ്പോൾ നമ്മുടെ സൂര്യൻ ചേട്ടൻ താഴോട്ട് താഴ്ന്ന് പോവാണ്. അപ്പോൾ എനിക്ക് തോന്നി താഴ്ന്ന വരെ ഞാനിത് വീഡിയോ എടുത്തിട്ട് തന്നെ കാര്യമുള്ളൂ. അപ്പം ഞാൻ ആ താവാൻ തുടങ്ങുന്നത് മുതൽ താഴെ ആവുന്നത് വരെയുള്ള വീഡിയോസ് എടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. വീഡിയോയിൽ കാണുന്ന പോലെയല്ല, നേരിട്ട് കാണുമ്പോഴാണ് ഭയങ്കര ഭംഗി. ഞങ്ങൾ ആകാശമൊക്കെ വേറെ കളറാവുന്നത് കാണാൻ വേണ്ടിയിട്ട് ഇരിക്കുകയായിരുന്നു. പക്ഷേ ആകാശമൊന്നും വേറെ കളറായി മാറിയില്ല. സൂര്യൻ താഴുന്നത് വരെ ഇങ്ങനെ റെഡ്, ഓറഞ്ച്, യെല്ലോ അങ്ങനത്തെ കളറൊക്കെ ആവാറില്ല. അങ്ങനെ ആവുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ആയില്ല. അത് കഴിഞ്ഞപ്പോൾ കുറച്ച് സൂര്യൻ പോയി കഴിഞ്ഞതിന് ശേഷം കുറച്ചിങ്ങനെ കളറൊക്കെ വ്യത്യാസം വന്നു. അപ്പോൾ അത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് എൻ്റെ ക്യാമറ അത്ര അടിപൊളി അല്ലാത്തതുകൊണ്ട് വളരെ നന്നായിട്ടൊന്നും കിട്ടിയില്ല. അതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് നേരെ ഗോദീശ്വരം ബീച്ചിൽ നിന്ന് ബേപ്പൂർ ബീച്ചിലേക്ക് പോയി. കാരണം അങ്ങോട്ട് പോകാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല. ഗോദീശ്വരത്ത് നിന്ന് നോക്കിയപ്പോൾ ഈ ബീച്ചിൽ ലൈറ്റൊക്കെ ഇട്ട് കണ്ടു. അപ്പോൾ നമ്മൾ എന്തായാലും അവിടെ പോയിട്ട് തന്നെ കാര്യമുള്ളൂ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ഒരു നൈറ്റ് ഔട്ട് പോലെ ആവുകയും ചെയ്യും, എല്ലാവർക്കും ഒന്ന് കമ്പനി ആവാനുള്ളൊരു അവസരവും കൂടെ കിട്ടുമല്ലോ, അങ്ങനെ വന്നതാണ്. അങ്ങനെ നമ്മളിത് നടക്കാൻ തുടങ്ങി. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഞാനിത് പുറകെ നടന്ന് എല്ലാവരെയും വീഡിയോ എടുക്കുന്നുണ്ട്. പിന്നെയും കുറച്ച് മുന്നോട്ട് നടന്നപ്പോൾ അവിടെ ഭയങ്കര അതിമനോഹരമായിട്ടുള്ള ലൈറ്റ് ഹൗസ്, നല്ല രസമാണ്. ഇതൊക്കെ രാത്രി വന്നാൽ മാത്രം നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളാട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ബീച്ചിൽ വന്ന ചുരണ്ടൈസ് കഴിക്കാണ്ട് എങ്ങനെയാണ് മടങ്ങി പോകുക. അപ്പം ഞങ്ങളൊരു ചുരണ്ടൈസ് കഴിച്ചു. നിങ്ങളുടെ എവിടെയൊക്കെ ഇതിനെന്താ പറയുകയെന്ന് എനിക്ക് അറിഞ്ഞൂടെ, വേറെ പേരായിരിക്കും. അപ്പം നമ്മൾ അത് വാങ്ങി കഴിച്ചു. അതിന് ശേഷം പിന്നെ നമ്മൾ വിചാരിച്ച എന്താണെന്ന് വെച്ചാൽ ഒരു പാലമുണ്ട് ഇങ്ങനെ ഈ ബീച്ചിൻ്റെ കടലിൻ്റെ നടുവിലൂടെ ഒരു പാലമുണ്ട് കേട്ടോ. ആ പാലത്തിലൂടെ നടക്കണമെന്നാണ് വിചാരിച്ചത്. അതിൻ്റെ മുന്നേ ഒന്ന് ഇതൊക്കെ കഴിച്ച് പിന്നെ അവിടെ ഉള്ള സാധനങ്ങളൊക്കെ കണ്ടിട്ട് കൊതിയാവുന്നു കേട്ടോ. എല്ലാം കഴിക്കാനുള്ള ഇപ്പം എല്ലാം ഞാൻ കഴിക്കും. അപ്പം പിന്നെ എനിക്ക് രാത്രി ഫുഡ് വേണ്ടി വരില്ല കേട്ടോ. പിന്നെ ഈ കടലിൻ്റെ നടുവിലൂടെ ഒരു നടപ്പാതയുണ്ട്, ലൈറ്റൊക്കെ വെച്ചിട്ടുള്ള, അതിലൂടെ നടക്കാൻ വേണ്ടി ഞങ്ങൾ പ്ലാൻ ഇട്ടു. അപ്പോൾ സാജിദൊക്കെ നമ്മളടുത്ത് ചോദിക്കുകയാണ് എല്ലാവരും റെഡി ആണോ എന്ന്. നമ്മൾ കേട്ട വാതി കേൾക്കാത്ത വാതി ഞാൻ ഓക്കെ പറഞ്ഞു. കാരണം അത് കണ്ടപ്പോൾ എനിക്ക് കുറച്ച് ദൂരേ ഉള്ളൂ എന്നാട്ടോ തോന്നിയത്. ഞാൻ ഓക്കെ. അങ്ങനെ നടക്കാൻ തുടങ്ങി. ആദ്യമൊക്കെ നല്ല രസമായിരുന്നു. ഞാൻ വീഡിയോ എടുത്ത് കുറേ കടലിൻ്റെയൊക്കെ ആ ഒരു സൗണ്ട് ഉണ്ടല്ലോ, അതൊക്കെ കേൾക്കാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു. ഇങ്ങനെ രാത്രി ആയപ്പോൾ നമ്മൾ വൈകുന്നേരം കണ്ട പോലെയൊന്നുമല്ല, കുറച്ചുകൂടി ശക്തിയായിട്ടൊക്കെ ഇങ്ങനെ തിര വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ നടന്ന് അറ്റത്തെത്തിയിരിക്കുകയാണ് ഗേൾസ്. അറ്റത്തെത്തി. അവിടെ ഒരു ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു, നമ്മൾ മാത്രമല്ല. പക്ഷേ നേരത്തെ ഉണ്ടായിരുന്ന അത്ര ആൾക്കാരില്ല കേട്ടോ. ആ അറ്റത്തെത്തിയപ്പോൾ നമ്മൾ മാത്രം തന്നെ ഉള്ളൂ. പിന്നെ വേറെ രണ്ട് പയ്യന്മാരും ഉണ്ടായിരുന്നു, ഒരു ഫാമിലിയും ഉണ്ടായിരുന്നു. ആ കുട്ടി ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ ഒരു പക്ഷീനെ കണ്ടു. ഇതെന്താണെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. ഞങ്ങൾ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും ഊഹം പറയുന്നുണ്ടായിരുന്നു. ചിലപ്പോൾ ദേശാടന കിളിയായിരിക്കും, അവിടെ ഇവിടെയൊക്കെ പറന്നിട്ട് വരുമായിരിക്കും, അങ്ങനെയൊക്കെ. അല്ലെങ്കിൽ അതിന് വയ്യാണ്ടിരിക്കുമായിരിക്കും, അല്ലെങ്കിൽ ഉറങ്ങുമായിരിക്കും. കാരണം അത് പറക്കുകയെ നമ്മളെ കണ്ടിട്ട് പേടിക്കും, അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ആ
ചെറുത് എന്തായാലും ആ കിളീൻ്റെ അടുത്തേക്കൊന്നും വന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെ പറ്റിയിട്ട് ഈ പക്ഷി എന്താണെന്നൊക്കെ അറിയുന്നുണ്ടെങ്കിൽ പറയാട്ടോ. ഞങ്ങൾക്ക് എന്തായാലും മനസ്സിലായിട്ടില്ല. തിരിച്ച് നമ്മൾ നടന്നു, തിരിച്ച് വന്ന വഴി തന്നെ തിരിച്ച് നടന്നു. പിന്നെ നമ്മളൊരു ഹോട്ടലും തപ്പിയിട്ടുള്ള നടപ്പായിരുന്നു ഇത്. കുറേ അലഞ്ഞ് തിരിഞ്ഞ് അവസാനം നമ്മൾ ചാമ്പ്യൻസ് ഹോട്ടലിലാണ് എത്തിച്ചേർന്നത്. കോഴിക്കോടുള്ള എല്ലാവർക്കും ഒരുവിധം അറിയുന്ന ഒരു ഹോട്ടൽ തന്നെയാണ് ചാമ്പ്യൻസ് ഹോട്ടൽ. ഭയങ്കര ഫേമസ് ആണ്. ഇവിടുത്തെ പൊറാട്ടയും ബീഫും ആയിരുന്നു ഞങ്ങൾ കഴിച്ചുകൊണ്ടിരുന്നത്. സത്യം പറഞ്ഞാൽ പൊറാട്ട മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ, കറിയിൽ വെറൈറ്റീസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ചിക്കൻ ആണ് പറഞ്ഞത്, ബീഫ് പറഞ്ഞ ആൾക്കാരുണ്ട്, നമ്മൾ എല്ലാവരെയും നിന്നും കഴിച്ചിട്ടുമുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ അഖിലിൻ്റെ കൂടെ ബൈക്കിലാണ് തിരിച്ച് പോയിട്ടുണ്ടായത്. ബൈക്കല്ല, സ്കൂട്ടറിലാണ് തിരിച്ച് പോയിട്ടുണ്ട്. അപ്പം ഞാൻ അഖിലിനോട് പറയാം, ടൗണൊക്കെ ഒരുപാട് മാറി, ഇപ്പോൾ ഫാമിലികളാണ് നൈറ്റ് ഔട്ട് കൂടുതലായിട്ട് എൻജോയ് ചെയ്യുന്നതെന്നൊക്കെ കേട്ടോ. അങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മളിതാ നമ്മുടെ തറവാട്ട് മുറ്റത്ത് എത്തിയിരിക്കുകയാണ്. തിരിച്ച് നൈറ്റിൽ അത് കാണാൻ നല്ല, നമ്മൾ പകൽ വന്നപ്പോൾ കാണുന്നതിനേക്കാളും ഭംഗിയുണ്ടായിരുന്നു കേട്ടോ നൈറ്റിൽ വീട്ടിൽ തിരിച്ചെത്തിയപ്പം. കാറിൽ അവർ വേറെ ആൾക്കാരെ കൂട്ടാൻ വേണ്ടിയിട്ട്, ഐ മീൻ വേറെ ദൂരത്തുനിന്ന് വരുന്ന ആൾക്കാരെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോയത്. അതുകൊണ്ടാണ് നമ്മൾ ബൈക്കിൽ വീട്ടിലേക്ക് തിരിച്ചു വന്നത്. അങ്ങനെ ഇതാ രാത്രിയായി. നമ്മൾ നാളത്തെ പരിപാടിക്കുള്ള സെറ്റൊക്കെ ചെയ്ത് നമ്മൾ റെസ്റ്റ് എടുക്കാൻ പോവുകയാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ഇത് ഞാൻ രാത്രി 1 മണിക്ക് എങ്ങാനും ഷൂട്ട് ചെയ്ത വീഡിയോ, എല്ലാവരും അകത്ത് പോയിരുന്ന സമയത്ത്. ഇതിന് ശേഷം വന്നവരുമായിട്ടുള്ള ചിൽ ഔട്ട് വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഇനി നമുക്ക് സെക്കൻഡ് ഡേ കാണാം. സെക്കൻഡ് ഡേ ഞാൻ ഒന്നും മിണ്ടില്ല കേട്ടോ ഫസ്റ്റ് ക്ലിപ്പിൽ. കാരണം ഈ സൗണ്ട് ശരിക്കും നമ്മൾ ആസ്വദിക്കേണ്ടതാണ്. രാവിലെ നേരം വെളുത്തൊരു 5-6 മണിയൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ ഉള്ള സൗണ്ടാണിത്. എന്ത് രസമായിരുന്നു എന്നറിയാം. നിങ്ങളോട് ഒന്ന് കേട്ട് നോക്കൂ. അത് കഴിഞ്ഞ് നമ്മുടെ കൂടെയുള്ള 2 പേര് ബീച്ചിൽ പോയിട്ടുണ്ടായിരുന്നു ഒരു മോർണിംഗ് വാക്കിന്. അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്തിനാ വെറുതെ ഇരിക്കുന്നത്, ഉറങ്ങിയെടുത്തു നിന്ന് എണീറ്റ് ഞാനും അതാ പോയി. അങ്ങനെ ഞാനിതാ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഉള്ള വീഡിയോ ആണ്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഇന്നലെ പോയ വഴി കൂടെ തന്നെയായിട്ട് പോകുന്നത്. പക്ഷേ ഇപ്പോഴാണ് ഞാൻ ഈ പൂക്കളെയൊക്കെ ശ്രദ്ധിക്കുന്നത്. ഇപ്പോഴാണ് എനിക്കിത് ഭയങ്കര മനോഹരമായിട്ട് തോന്നിയത്. എന്ന് വെച്ചാൽ രാവിലെ ഒരു പ്രത്യേക ഭംഗിയായിരിക്കുമല്ലോ. അപ്പം നല്ല രസമുണ്ടായിരുന്നു. ഇന്നലെ ഞങ്ങൾ കണ്ടുപിടിച്ച് പോയ വഴിയാണ് കേട്ടോ ഇത്. ആ ഗേറ്റ് അടച്ചതുകൊണ്ട് ഈ നമ്മൾ ഇന്നലെ ചായ കുടിച്ച റെസ്റ്റോറൻറ്റിൻ്റെ സൈഡിലൂടെ ഉള്ള വഴിയാണ്. അതിലൂടെ നമ്മളിത് ഇറങ്ങി. അപ്പോൾ ഇത് ആ റെസ്റ്റോറൻറ്റിൻ്റെ മുന്നിൽ അവർ ഇങ്ങനെ ഒരു 2-3 കോലിങ്ങനെ വെച്ചിട്ടുണ്ട് മറികടക്കാണ്ടിരിക്കാൻ. പക്ഷേ നമ്മളതൊക്കെ ചാടിക്കടന്ന് ബീച്ചിലെത്തിയിട്ടുണ്ട്. രാവിലെ നല്ലൊരു വൈബായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു വൈകുന്നേരത്തിനേക്കാളും നല്ല വൈബായിരുന്നു രാവിലെ. അപ്പം നമുക്ക് മുന്നേ ബീച്ചിലെത്തിയിട്ടുള്ള 2 മഹത് വ്യക്തികളാണിത്. നമ്മൾ ഉറങ്ങുമല്ലേ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വിളിക്കാണ്ട് പോകുന്നവരാണ്. അതിനുള്ള പരാതിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ഏട്ടന്മാർ നമ്മളെടുത്ത് പറഞ്ഞത്, അപ്പുറത്തതാ അവിടെ മീൻ പിടിക്കുന്ന ആൾക്കാരുണ്ട്, നീ അവരെ പോയി ഷൂട്ട് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ ഞാനിതാ ശരി എന്നാന്നും പറഞ്ഞിട്ട് ക്യാമറ എടുത്ത് പൊക്കി പിടിച്ച് ഓടി. അപ്പോഴാണ് ഞാൻ ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുവാണ്. സത്യം പറഞ്ഞാൽ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. അവർ എറിയുന്നതൊക്കെ ഒരു പ്രത്യേക രീതിയിലാണ്. നമുക്കതൊന്ന് കുറേ ട്രയൽ നടത്തിയാൽ ചിലപ്പോൾ നടക്കുമായിരിക്കും. പക്ഷേ അവർ ഒരു മെയ്വഴക്കം ഉണ്ടാവുമല്ലോ, അങ്ങനെയൊക്കെയാണ് പിടിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അവർക്ക് എന്തൊക്കെയോ കിട്ടിയെന്ന് തോന്നുന്നു. പക്ഷേ ഇത് ഞാൻ ലോങ് ആയിട്ട് നിന്നിട്ട് സൂം ചെയ്തെടുത്ത വീഡിയോ ആണ് കേട്ടോ. ഞാൻ വല്ലാണ്ട് അവരുടെ അടുത്തേക്ക് നടന്നു പോയിട്ടില്ല. നല്ല രസമുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇന്നലത്തെ ചായ കുടിച്ച റെസ്റ്റോറൻറ്റിൽ നിന്ന് തന്നെ ഒരു കട്ടൻ ചായ ശരണ്യേച്ചി വാങ്ങി കുടിച്ചു. ചേച്ചി രാവിലെ നന്നായിട്ട് തുമ്മുന്നുണ്ടായിരുന്നു, അലർജി പ്രോബ്ലം ഉള്ളതുകൊണ്ട്. പിന്നെ എനിക്ക് ഫോട്ടോ എടുക്കേണ്ടതുകൊണ്ട് ഞാൻ വേഗം തിരിച്ചു പോയിട്ടോ. എനിക്ക് ഒരുങ്ങണമായിരുന്നു. നമ്മുടെ ഫോട്ടോഗ്രാഫറായിട്ടും സനുവേട്ടൻ ഇന്ന് ഒരു പ്രോഗ്രാം ഉള്ളതുകൊണ്ട് നേരത്തെ പോവും എന്ന് പറഞ്ഞിട്ട് എന്നെ വേഗം പറഞ്ഞയച്ചു, നീ വേഗം പോയി ഒരുങ്ങിക്കോ, അവരെയൊന്നും കാത്തു നിൽക്കണ്ടെന്ന്. അപ്പം ഞാൻ വന്നു. ഇതായിരുന്നു നമ്മുടെ ഔട്ട്ഫിറ്റ്. ഞാനൊരു പാവാടയും ബ്ലൗസും പിന്നെ ഒരു ധാവണി സെറ്റപ്പ് ആയിരുന്നു കേട്ടോ. ഇങ്ങനെ ഞാൻ പെട്ടെന്നൊരു 10-15 മിനിറ്റ് കൊണ്ട് റെഡിയായി വേഗം ഭക്ഷണം കഴിക്കാൻ വന്നു. അപ്പോഴേക്കും ബാക്കിയുള്ളവർ വന്നിട്ട് അവരും റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ഫോട്ടോ സെക്ഷനൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വന്നത്. അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. പക്ഷേ ഞാൻ ഫോട്ടോ ആയിട്ട് വേറെ തന്നെ റീലോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ രാവിലെ നമുക്കിതാ പുട്ടും പഴവും അതേപോലെ കടലക്കറിയായിരുന്നു. ചായ ഞങ്ങൾ വേണ്ടാന്ന് പറഞ്ഞു. കാരണം ഒരുവിധ ആൾക്കാരൊന്നും ചായ കുടിക്കുന്നില്ല രാവിലെ. അപ്പോൾ പിന്നെ വെറുതെ 1-2 പേർക്ക് വാങ്ങണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ചായ നമ്മൾ വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ വെള്ളമാണ് കേട്ടോ കുടിച്ചത്. അപ്പോൾ എനിക്ക് എൻ്റെ പ്ലേറ്റിലാക്കിയിട്ട് ഭുവനേച്ചി എനിക്ക് തന്നു. ഞാൻ 2 കഷ്ണം പുട്ടും കുറച്ച് കടലക്കറി എടുത്തു. എനിക്ക് പഴം രാവിലെ മധുരമുള്ളതൊന്നും കഴിക്കുന്ന അത്ര ഇഷ്ടമല്ല. അപ്പോൾ ഞാനത് കഴിച്ചു. പിന്നെ നമ്മളിത് ഓണപ്പൂക്കളം ഇടുന്ന സെക്ഷനിലേക്ക് കടന്നു. നമ്മുടെ ഭുവനേച്ചി ഒരു ആർട്ടിസ്റ്റാണ്, നന്നായിട്ട് ചിത്രം വരയ്ക്കും. അപ്പോൾ ചേച്ചിയാണ് ഇന്നിതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഞാനത് കുറച്ച് നേരം വീഡിയോ എടുത്ത് നിന്നു.
അപ്പോഴേക്ക് പുതിയ പുതിയ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കുറച്ചായിട്ട്. അപ്പോൾ നമ്മൾ പരിചയപ്പെടുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ. എന്നാൽ നമ്മൾ അതിൻ്റെ കൂടെ നമ്മളെ ഡെക്കറേഷൻ പരിപാടികൾ, അത്തപ്പൂക്കളം ഇടുന്നത് അതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാ ചേച്ചീനെ സഹായിക്കാൻ ഇപ്പോൾ കുറേ ആൾക്കാരായി. അവരിതാ ചേച്ചീനെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പേര് ഹെൽപ്പ് ചെയ്ത് ക്ഷീണിച്ചിരിക്കുന്നവരും ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതാ പൂ അരിയാൻ വേണ്ടിയിട്ട് വേറൊരു സെക്ഷനും കൂടെ ഉണ്ട് കേട്ടോ. അങ്ങനെ ആൾക്കാരുടെ എണ്ണം ഇതാ കൂടിക്കൂടി വരുവാണ്. നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ഇതാ നമ്മുടെ പൂക്കളം, അത്തപ്പൂക്കളം എന്ന് പറയാൻ പറ്റുമോ? അത്തത്തിനല്ലാത്തതുകൊണ്ട് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും പൂക്കളം ഇവിടെ റെഡി ആയിട്ടുണ്ട്. CS-ൻ്റെ ലോഗോ ഒക്കെ വെച്ചിട്ടുള്ള പൂക്കളമാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് റെസ്റ്റ് എടുക്കുവാണ് നമ്മുടെ ഭുവനേച്ചി. പിന്നെ നമ്മളിതാ പൂക്കളം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എന്തായാലും നമ്മൾ പെട്ടെന്ന് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യണമല്ലോ. അപ്പോൾ അതിനുള്ള ഒരുക്കത്തിലാണ്. നമ്മൾ ഈ കൊച്ചുമിടുക്കിയുടെ ഗാനാലാപനത്തോടെയാണ് പരിപാടി സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് CS എന്താണെന്നൊക്കെ നമ്മൾ ഏട്ടന്മാർ വിവരിക്കുന്നുണ്ടായിരുന്നു. ഇതിനെപ്പറ്റി നന്നായിട്ട് അറിയുന്ന ആൾക്കാർ. എനിക്കിതിനെപ്പറ്റി യാതൊരു ഐഡിയ ഇല്ലാണ്ടാണ് ഞാൻ വന്നത്. ഞാനും ശരണ്യേച്ചി ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ആൾക്കാരാണ്. അപ്പോൾ ചേച്ചിയുടെ ഒരു കെയർ ഓഫിൽ വന്നിട്ടുള്ള ആളാണ്. CS എന്താണെന്ന് എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. ഇതെന്ന് പറയുന്നത് ട്രാവലേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ആപ്പാണ്. എന്ന് വെച്ചാൽ അവർക്ക് ദൂരെയാണെങ്കിലും അടുത്താണെങ്കിലും ഒക്കെ സൗജന്യമായിട്ട് സ്റ്റേ ചെയ്യാൻ, ഹോം സ്റ്റേകളൊക്കെ ഒരുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആപ്പ്. അതുപോലെ ഇതുകൊണ്ട് ഒരുപാട് വേറെയും ഗുണങ്ങളുണ്ട്. അതാണ് ഇപ്പം ഗർലാഫി എന്ന് പറഞ്ഞിട്ടുള്ള ഏട്ടനാണ് ഇപ്പോൾ അതിനെ പറ്റിയിട്ട് വിവരിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ സെൽഫ് ഇൻട്രൊഡക്ഷൻ സെക്ഷനായിരുന്നു. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. സെൽഫ് ഇൻട്രൊഡക്ഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം അപ്പോഴേക്കും ഏകദേശം ഉച്ചയായി. എല്ലാവരുടെ കാര്യങ്ങളും അനുഭവങ്ങളും യാത്ര ചെയ്തിട്ടുള്ള എല്ലാവരും ഒരുവിധം ട്രാവലേഴ്സ് തന്നെയാണ്. എന്നെപ്പോലെ അറിയാതെ ഇതിന് വന്ന ആൾക്കാർ വളരെ ചുരുക്കമാണ്. വളരെ ചുരുക്കം എന്ന് പറഞ്ഞാൽ ഞാൻ മാത്രമേ ഉള്ളൂ CS എന്താണെന്ന് അറിയാതെ വന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് കഴിഞ്ഞപ്പോഴേക്കും ഉച്ചയായിട്ടുണ്ട്. അപ്പം നമ്മളിത് ആ സദ്യ കഴിക്കാൻ നേരെ ഇരുന്നു. 21 ഐറ്റംസും ഉള്ള ഒരു അടിപൊളി സദ്യയായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കണ്ട എല്ലാ ഐറ്റംസും ഉണ്ട്. ഗ്ലാസ്സുകളിൽ വെച്ചിട്ടുള്ളത് ഒന്നിൽ മോര്, ഒന്നിൽ പായസം, ഒന്നിൽ രസമൊക്കെ ആയിരുന്നു. പിന്നെ ഒരു ഗ്ലാസ്സിൽ വെള്ളം, സ്വാഭാവികമാണല്ലോ അത്. അങ്ങനെ എല്ലാവരും കൂടെ ഇരുന്ന് നല്ല ആസ്വദിച്ച് സദ്യ കഴിക്കുവാണ് കേട്ടോ. സദ്യയൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മളിത് ഗെയിം സെക്ഷനിലേക്ക് കടന്നു. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്തു, പാട്ട് പാടിക്കൊണ്ട് തുടങ്ങി. അപ്പോൾ എല്ലാവരും ഒന്ന് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒരു മൂഡ് ഓഫ് ആവുമല്ലോ, ഉറങ്ങാനുള്ള ഇതായിരിക്കും. അപ്പോൾ നമ്മൾ പാട്ട് പാടിയിട്ടാണ് തുടങ്ങിയത്. അതിന് ശേഷം ഞാനിതാ നാരങ്ങ സ്പൂണിനൊക്കെ മത്സരിച്ചു. പക്ഷേ ഞാൻ സൂപ്പറായിട്ട് തോറ്റു. പിന്നെ നമ്മളിതാ കസേര കളി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡാൻസ് കളിച്ചുകൊണ്ടാണ് കേട്ടോ കസേര കളി കളിക്കുന്നത്. ഇത് സാധാരണ കസേര കളി ആയിരുന്നില്ല. ഓടുന്നതിൻ്റെ കൂടെ നമ്മൾ ഡാൻസും കളിക്കണമായിരുന്നു. അതായിരുന്നു കസേര കളിയുടെ ഒരു മെയിൻ ആയിട്ടുള്ള അട്രാക്ഷൻ. ഞാൻ 2-3 റൗണ്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഔട്ടായി. അതുകൊണ്ടാണ് എന്നെ ഈ വീഡിയോയിൽ കാണുന്നത്. അതിനുശേഷം നമ്മൾ ബലൂൺ പൊട്ടിക്കൽ മത്സരമായിരുന്നു. ഞാനിതാ എൻ്റെ ഒരു ബലൂൺ പൊട്ടി. 2 ബലൂണായിരുന്നു ഒരു കാലിലുണ്ടായിരുന്നത്. അത് 2ഉം പൊട്ടിക്കണം. ഞാൻ മാറി നിന്നപ്പോഴേക്ക് ബാക്കിലൂടെ വന്നിട്ട് കുഞ്ഞുമോൾ എൻ്റെ പൊട്ടിച്ചു. ഞാൻ നാണം കെട്ടു, നാറി. എല്ലായിടത്തും പോയി എവിടെ ചെന്നാലും എൻ്റെ അവസ്ഥ ഇത് തന്നെയാണ്. ശരണ്യേച്ചി അതിൻ്റെ ഇടയിൽ കൂടെ മത്സരത്തിൽ ജയിക്കുന്ന ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ എന്നെ തിട്ടപ്പെടുത്തി വെക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഒരു സൈഡിലൂടെ സുന്ദരിക്ക് പൊട്ടത്തളൽ മത്സരം ഇവിടെ ഭയങ്കരമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ വീഡിയോ എടുത്ത് അതിൻ്റെ പുറകെ നടക്കുന്നുണ്ട്. പക്ഷേ ഈ മത്സരത്തിൽ ഞാൻ പങ്കെടുത്തില്ല കേട്ടോ. ആദ്യത്തെ 2-3 എണ്ണത്തിൽ വളരെ മനോഹരമായി തോറ്റതുകൊണ്ട് ഞാൻ പിന്നെ ഉണ്ടായിരുന്ന 1-2 എണ്ണത്തിന് പങ്കെടുത്തില്ല. എൻ്റെ കോൺഫിഡൻസ് ആകെ തകർന്നു പോയി. അതാണ്. പിന്നെ ഇതിലും അടിപൊളിയായിട്ടുള്ളൊരു മത്സരം ഉണ്ടായിരുന്നു കേട്ടോ. അതെന്തായിരുന്നു, മറ്റേ ബണ്ണ് കടിച്ചു പൊട്ടിക്കുന്നത്. അതെനിക്ക് ഞാൻ കുറേ ചാടി, പക്ഷേ കിട്ടിയില്ല. അതിലും വേറെ ആരോ ജയിച്ചു. അപ്പോൾ എൻ്റെ മൊത്തം ഇത് പോയി. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കാൻ മാത്രമായിട്ട് നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഉണ്ടായിരുന്ന മത്സരം ഉറിയടി മത്സരമായിരുന്നു കേട്ടോ. ഉറി അടിക്കാൻ ആർക്കും പറ്റിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. അവസാനം വന്ന ഒരാൾ തട്ടിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. എന്നാലും മൊത്തമായിട്ട് പൊട്ടിയില്ല. അത്രയും ഭയാനകമായിട്ടുള്ള ഒരു ഉറിയടിയായിരുന്നു. നമ്മുടെ തോരണങ്ങളൊക്കെയാണ് ഉറിക്ക് വരെയും പൊട്ടിക്കൊണ്ടിരുന്നത്.
സത്യത്തിൽ ഉറിയടി മത്സരത്തിൽ യഥാർത്ഥമായിട്ടുള്ള വിജയുടെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ലെന്ന് തോന്നുന്നു. ശരിക്കും ഇത് പൊട്ടിച്ച ആളുടെ ഇതൊക്കെ ഈ പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉറി പൊട്ടി. പക്ഷെ മൊത്തമായിട്ട് പൊട്ടാത്തതുകൊണ്ട് അത് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഷാനാണ് വന്നത്. പക്ഷേ ഷാൻ കണ്ണ് കെട്ടിയിട്ടില്ല കേട്ടോ. ഓൾറെഡി പൊട്ടി ഉറിയായതുകൊണ്ട് കണ്ണ് കെട്ടാണ്ടാണ് ഇത് പൊട്ടിക്കുന്നത്. അട്ടേ പൊട്ടി 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 പൊട്ടി. അതോടുകൂടി ഉറിയടിയോടുകൂടി നമ്മുടെ മത്സരങ്ങളൊക്കെ അവിടെ കഴിഞ്ഞു. പിന്നെ നമ്മുടെ കലാപരിപാടികളായിരുന്നു. അങ്ങനെ നമ്മുടെ ഇക്കൊല്ലത്തെ CS-ൻ്റെ ഓണം ഇവൻ്റ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അവസാനത്തെ ഒരു സെക്ഷൻ പോലെ എല്ലാവരും ശരണേച്ചിയും അഖിലും എല്ലാവരുടെ അടുത്തും നന്ദിയൊക്കെ പറഞ്ഞു. ഇവിടെ വന്നതിന് ഒരുപാട് ദൂരെ നിന്നും അടുത്തുനിന്നും എല്ലാ ആൾക്കാരും ഉണ്ടല്ലോ. അതും അറിയാത്ത ആൾക്കാരുടെ കൂടെയൊക്കെ ഇത് പങ്കെടുക്കാൻ വേണ്ടി ഇവിടെ വന്നതുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ മോളുണ്ടല്ലോ, ചന്ദനത്തിരിയല്ല, അത് കൊതുകുതിരിയാണ്. വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ നല്ല കൊതുക് വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൊതുകിനെ കത്തിച്ച്. പിന്നെ നമ്മൾ റിവ്യൂ പറയുന്ന സെക്ഷനായിരുന്നു. ഞാനിതാ എൻ്റെ റിവ്യൂ ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും അവനവൻ്റെ റിവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് പേഴ്സണലി ഈ പരിപാടി നല്ല അടിപൊളിയായിട്ടാണ് ഫീൽ ആയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ മത്സരത്തിൽ വിജയിച്ച ആളുകൾക്കുള്ള സമ്മാനദാനത്തോടു കൂടി നമ്മുടെ കലാപരിപാടി അവസാനിച്ചു. അതിനുശേഷം ഞങ്ങളൊക്കെ രാത്രിയാണ് തിരിച്ചു പോയത്. പോകാൻ നേരത്തെ നമ്മൾ തക്കാരം എല്ലാവർക്കും അറിയുന്ന, കാലിക്കറ്റിലുള്ളവർക്കൊക്കെ അറിയുന്ന സ്ഥലമായിരിക്കും. അവിടെ റെസ്റ്റോറൻറ്റിൽ പോയിട്ടാണ് നമ്മൾ ഫുഡ് കഴിച്ചത്. എല്ലാവരും കുറേ ആൾക്കാരുണ്ട്, 10-12 ആൾക്കാർ ഒരുമിച്ചാണ് കഴിക്കാൻ പോയത്. അതുകൊണ്ട് തന്നെ എല്ലാവരും വെറൈറ്റി ഫുഡുകൾ ഓർഡർ ചെയ്തു. എല്ലാവരും എല്ലാം ആസ്വദിച്ച് കഴിക്കുമായിരുന്നു. സത്യം പറഞ്ഞാൽ തലേന്ന് വരെ നമ്മൾ ഇതുവരെ കാണാത്ത അറിയാത്ത ആൾക്കാരുടെ കൂടെ ഇരുന്നിട്ടാണ് ഞാൻ ഈ ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുന്നതെന്ന് ഓർത്തപ്പോൾ എനിക്ക് തന്നെ അത്ഭുതം തോന്നി. പക്ഷെ നല്ല രസമായിരുന്നു കേട്ടോ. ഇപ്പം നമ്മളൊരു ഫാമിലി പോലെയാണ്. ഇതുപോലെയുള്ള വ്ളോഗ്സൊക്കെ കാണാൻ ഇഷ്ടമുള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാപ്പി ഓണം.